ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹണി കേക്ക് ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹണി കേക്ക് ആയിട്ടാണ്. അതിനു മുമ്പ് നമുക്ക് ക്രീമിലേക്ക് വേണ്ട ചീസ് ക്രീം തയ്യാറാക്കാം. ഒരു 1/2 ലിറ്റർ പാലെടുത്ത് തിളക്കുന്നതിന് മുമ്പ് നമ്മൾ 1 സ്പൂൺ വിനീഗർ ചേർത്ത് ഇതുപോലെ ആക്കിയെടുക്കും. അതിനുശേഷം ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം അമർത്തി ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ വെള്ളം കളയുക. അതിനുശേഷം നമ്മൾ ഒരു മിക്സി ജാറിലിട്ട് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിലേക്ക് മാറ്റാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയ പൈസ കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളൊരു 100 ഗ്രാം ബട്ടർ എടുത്ത് അതിൽ നിന്ന് 10 ഗ്രാം മാറ്റിയതിന് ശേഷം 90 ഗ്രാം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 3 വലിയ സ്പൂണ് തേനും 5 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബട്ടർ അലിയിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ഈ തേനും ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ തീയിൽ ചെയ്യുന്നത്. ഒരിക്കലും വലിയ തീയിൽ വെച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതിനു വേണ്ടിയാണ് ചെറിയൊരു തീയിൽ വെച്ച് നമ്മൾ ഇതുപോലെ അലിയിച്ചെടുത്തതിന് ശേഷം നല്ലോണം പഞ്ചസാരയും ആ തേനും ബട്ടറും ഒക്കെ ഒരുമിച്ച് മിക്സ് ആയതിന് ശേഷമായിരിക്കണം നമ്മൾ ബാക്കിയുള്ളത് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ലോണം അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് സോഡാക്കാരം ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി, അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മളിതിലേക്ക് ഇനി അതും കൂടി ചേർത്ത് നമ്മളത് ചേർത്താൽ അതിനുശേഷം നമ്മൾ ഇത് ബട്ടർ ഇതൊക്കെ ഒന്ന് പതഞ്ഞ് വരും. പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് കളർ മാറി വരുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഡോ ഒക്കെ വെച്ചിട്ടാണ് ഹണി കേക്ക് പൊതുവേ ഉണ്ടാക്കാറ്. ഇപ്പോൾ 4, 5, 6 ലെയർ വരണമെങ്കിൽ 6 പ്രാവശ്യം നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു തവണ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് ലെയറാക്കി മാറ്റി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കേക്കാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കളർ മാറി വരുന്നുണ്ട്. നമ്മൾ ആ ഒഴിച്ച ഹണീൻ്റെ ഏകദേശം അടുപ്പിച്ചിട്ടുള്ള കളർ ആവുന്നത് വരെയാണ് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. നല്ലൊരു മണം വരും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ബട്ടറും പഞ്ചസാരയും ഹണിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു മണം കൂടിയുണ്ട് ഇതിൽ. നമ്മളിനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമ്മൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദ, 1 കപ്പ് മൈദ, 200 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലോണം അരിച്ചെടുക്കാം. നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല ഈ മൈദയിലേക്ക്. പിന്നെ നമ്മൾ ഹണി ആയതുകൊണ്ട് തന്നെ വനില എസൻസ് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് മുട്ട എടുക്കാം. മുട്ട വെള്ള വേറെ മഞ്ഞ വേറെ മാറ്റിയെടുക്കാം. മുട്ടൻ്റെ ആവശ്യം മുട്ട നേരിട്ടിങ്ങനെ ചേർക്കാത്തത് നമ്മൾ കേക്കായിട്ട് ആക്കുന്നത് കൊണ്ടാണ് മുട്ട ഒരുമിച്ച് ചേർക്കാത്തത്. വെള്ള വേറെ മഞ്ഞ വേറെ ആയിട്ട് ചേർക്കുന്നത്. നമ്മൾ മഞ്ഞ നേരത്തെ ആക്കി വെച്ച ബട്ടറിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനിയിത് 4ഉം വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ബട്ടർ ഇതാക്കിയില്ലേ, അത് കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം, ഒരുപാട് തണിയേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല ചൂടിലേക്ക് ഇത് ചേർക്കാനും പാടില്ല. അങ്ങനെ ഓരോ മുട്ടൻ്റെ മഞ്ഞയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഇതിൽ നിന്ന് കുറച്ച് കട്ടി ഉണ്ടായിട്ടുണ്ടാവും തണിഞ്ഞപ്പോൾ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ലൂസാവും. ഈ മുട്ട ചേർക്കുമ്പോൾ മഞ്ഞ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ലൂസായി കാണും. നമ്മളിതൊന്ന് ഓരോന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഭാഗത്തായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച വെള്ളയില്ലേ, മുട്ടൻ്റെ വെള്ള, അതൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലോണം പതഞ്ഞ് കിട്ടും. അതുവരെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിലേക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളകി വീഴാത്ത പോലെ നല്ല കട്ടിയായിട്ടുള്ള പതഞ്ഞ് കിട്ടില്ലേ, അതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബട്ടറിലേക്ക് ഇനി മൈദ ചേർക്കാനുണ്ട്. നേരത്തെ ഇതാക്കി വെച്ച മൈദ, അരിച്ച് മാറ്റി വെച്ച മൈദയില്ലേ, അത് ചേർക്കാനുണ്ട്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷമാണ് നമ്മൾ മുട്ട
പതിച്ച് വെച്ച മുട്ടയും കൂടി ചേർക്കേണ്ടത്. ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. മൈദ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട കെട്ടാതെയാണ് നോക്കേണ്ടത്. കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൈദൻ്റെ മിക്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഒരേ സൈഡ് വേണം നമ്മൾ മൈദ ചേർക്കേണ്ടത്. മൈദ ആയാലും മുട്ട ആയാലും നമ്മൾ ഒരേ സൈഡ് ഇതാക്കിയിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കേണ്ടത്. മൈദ ചേർത്തതിന് ശേഷം നമുക്കിനി മുട്ടൻ്റെ വെള്ള നമ്മളിപ്പോൾ ഇതാക്കി വെച്ച് ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടൻ്റെ വെള്ള കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരുപാട് മിക്സ് ചെയ്ത് ഇതാക്കരുത്. ഇതുപോലെ മെല്ലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇതുപോലെ സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട വിചാരിച്ച് സ്പീഡാക്കിയതാണ്. പതുക്കെ ചെയ്താൽ മതി, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ റെഡി ആവുള്ളൂ. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഒഴിച്ചതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബബിൾസ് വരാതിരിക്കാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് അതൊന്ന് ആദ്യമേ കത്തിച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിത് മാറ്റി അതിലേക്ക് വെക്കുക. അത് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കത് പുറത്ത് വെച്ച് തണിയാൻ മാറ്റി വെക്കാം. ഇനി നമ്മൾ ക്രീം 1 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ക്രീമിൻ്റെ ഇത് പോയതാണ്. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ചീസ് ക്രീം അതും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചീസ് ക്രീം ഇത്ര ലൂസാകാൻ കാരണം എൻ്റെ കയ്യിൽ നിന്ന് അരക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇത്ര ഇതാവില്ല. ഇതുപോലെ നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ക്രീമിൽ മിക്സ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ക്രീമിൽ. പിന്നെ നമ്മൾ ഈ ചീസ് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് പറഞ്ഞിട്ടില്ല. പഞ്ചസാര ഞാൻ 3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യേണ്ട സാധനം ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പാലെടുത്ത് ഒരു ഗ്ലാസ് പാൽ, അതിലേക്ക് 3-4 സ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ കേക്ക് തണിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. സാധാ ഹണി കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു സോഫ്റ്റാണ്. നമ്മൾ സാധാ ഹണി കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡൊക്കെ ആയിപ്പോവും. നമ്മുടെ ടൈമൊക്കെ തെറ്റിയില്ലെങ്കിൽ ഹാർഡായിപ്പോവും, ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരില്ല ഇങ്ങനെ ആക്കുമ്പോൾ. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് മുകളിലെ ലെയർ നമ്മൾ ലാസ്റ്റ് ഒന്ന് കേക്കിന് മുകളിലിടാൻ വേണ്ടിക്ക് പൊടിയാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കേക്ക് ചെറിയ ലെയറായിട്ട് മാറ്റുന്നുണ്ട്. 4 ഇഞ്ചൊക്കെ അത്രയും തിന്നായിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. നമ്മൾ കേക്ക് കണ്ടിട്ടില്ലേ, ഹണി കേക്ക്, അത്ര ലെയർ നേരിയതായിരിക്കില്ലേ, അതേപോലെ ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 6 പീസ് ആക്കി മാറ്റുന്നുണ്ട് ഈ കേക്ക്. അത്രയും നേരിയതായിട്ടാണ് മുറിക്കുന്നത്. എന്നാൽ മാത്രമേ ആ കേക്കിൻ്റെ പെർഫെക്റ്റായിട്ട് കാണുള്ളൂ. ഇനി ഞാൻ കേക്ക് ബേസൊന്നും ഇല്ല, വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ഒന്നല്ല. ഞാനൊന്ന് ജസ്റ്റ് ആക്കുന്ന സ്ഥിതിക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ മിക്സില്ലേ, തേനും പാലും മിക്സ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ചേർത്ത് വെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കേക്ക് നല്ലൊരു സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കേക്ക് ഓരോ കേക്കിലായിട്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. നമ്മൾ കേക്ക് ക്രീമൊക്കെ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കേക്കിൻ്റെ ബാക്കി പീസില്ലേ, അത് ഇതുപോലെ അരിപ്പയിലിട്ടൊന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും കേക്ക്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.